ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റായി. എൻ്റെ മുഖം തന്നെ കണ്ടാൽ തന്നെ അറിയാലോ. ഉറക്കത്തിൽ നിന്നിട്ട് നേരെ പോവാണ്. ഉറക്കത്തിൽ നിന്നിട്ട് നേരെ ഓഫീസിലേക്ക് പോവാണ്. എങ്ങനെയാണ് രാവിലെ എണീറ്റെന്ന് എനിക്കേ അറിയത്തുള്ളൂ. രാവിലെ അതുകൊണ്ട് കമ്പനി ട്രാൻസ്പോർട്ടേഷൻ മിസ്സായി. പിന്നെ അത് ടാക്സി പിടിച്ച് ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്നത്. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചീത്ത കേൾക്കാം, ലേറ്റ് ആയതിനുള്ളത്. അത് കേൾക്കുന്നതായിരിക്കും. മീൻസ് എൻ്റെ മിസ്റ്റേക്കാണല്ലോ താമസിച്ചത്. ഞാൻ അലാറം വെച്ച് അലാറം അടിച്ചിട്ടും കിടന്നുറങ്ങുമായിരുന്നു. എങ്ങനെയാണ് എഴുന്നേറ്റെന്ന് എനിക്കേ അറിയത്തുള്ളൂ. പിന്നെ ടൈം നോക്കിയപ്പോഴത്തേന് നല്ല വൈകി. പിന്നെ പെട്ടെന്ന് ടാക്സി പിടിച്ച് പോവായത്. അങ്ങനെ ഇന്ന് താമസിച്ചാണ് ഓഫീസിൽ വന്നത്. ഓഫീസിൽ വന്ന് ഞാനിങ്ങനെ കുറച്ച് പണിയൊക്കെ തീർത്ത് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമായപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്താണ് നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ച്. ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. എൻ്റെ റൂമിൽ നിന്ന് ഞാൻ വന്നപ്പം ഒരു വാലറ്റ് എടുത്തിട്ടാണ് വന്നത്. ആ വാലറ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ഇതാണ് ആ വാലറ്റ്. ഈ വാലറ്റ് ഞാൻ വാങ്ങിക്കുന്നത് ഒരു 9 വർഷങ്ങൾക്ക് മുമ്പാണ്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു പൈസ കൂടുതൽ പൈസയ്ക്ക് ഞാൻ വാങ്ങിക്കുന്ന ഒരു വാലറ്റാണ്. അന്നൊരു 600 രൂപയ്ക്ക് ഞാൻ ഇത് വാങ്ങിച്ചു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അത്രയും രൂപയുടെ ഒരു വാലറ്റ് ഞാൻ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്നത് ആ സമയത്താണ്, 9 വർഷം മുമ്പ്. ഈ വാലറ്റ് എനിക്ക് ഭയങ്കര ലക്കി വാലറ്റാണ് കേട്ടോ. ഞാൻ ഇത് വാങ്ങിച്ച സമയം മുതൽ എനിക്ക് ഇതിൻ്റെ അകത്ത് പൈസ ഇരിക്കാതെ നിന്നിട്ടൊന്നുമില്ല. ഭയങ്കര ലക്കി ആയിട്ടുള്ള വാലറ്റാണ്. പിന്നെ ഈ വാലറ്റിൻ്റെ സിബെല്ലാം പോയി. ഇങ്ങനെ സിബെല്ലാം പോയി. ഇതിൻ്റെ ഇവിടെ എല്ലാം പന്നലൊക്കെ ആയി, യൂസ് ചെയ്യാൻ പറ്റാത്തൊരിതായി. അപ്പം ഞാൻ വിചാരിച്ചു വാലറ്റ് ചേഞ്ച് ചെയ്യാൻ. പിന്നീട് ഞാൻ വാലറ്റ് ചേഞ്ച് ചെയ്യുമായിരുന്നു. ഏകദേശം ഒരു 3 കൊല്ലം ഞാൻ ഈ വാലറ്റ് തന്നെ ഉപയോഗിച്ചത്. എനിക്ക് പണ്ട് മുതലേ ട്രാവൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് നല്ലൊരു ഇതൊക്കെ ആയിക്കഴിഞ്ഞ് കുറേ രാജ്യങ്ങളൊക്കെ പോയി കാണണം, കുറേ വിവിധതരം ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ അത് കഴിഞ്ഞാണ് ഞാൻ ദുബൈയിലേക്ക് വരുന്നത്. എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ദുബൈയാണ്. എനിക്ക് ജോബ് കിട്ടി ഞാൻ വന്നതാണ് ദുബൈയിലേക്ക്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ട്രാവൽ ചെയ്യുക എന്നുള്ള കാര്യം. അങ്ങനെ ദുബൈ വന്നതിന് ശേഷം ഒരുപാട് ഓപ്ഷൻസ് ആയി നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ട്രാവൽ ചെയ്യേണ്ട കുറേ രാജ്യങ്ങളുടെ കറൻസി ഞാൻ എൻ്റെ കയ്യിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളുടെ എവിടേക്ക് എനിക്ക് പോകണം എന്ന് ആഗ്രഹമുള്ളത്. പിന്നെ എനിക്ക് ഓൾറെഡി കറൻസി കളക്ഷൻ ഒരു ഇഷ്ടമായതുകൊണ്ട് കുറേ രാജ്യത്തിൻ്റെ ഉണ്ട്. അപ്പം നിങ്ങളെ ഇന്ന് അത് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിലൊരു 5 രാജ്യങ്ങൾക്കടുത്ത് ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്. ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു 5 രാജ്യങ്ങൾ. ഫസ്റ്റ് എൻ്റെ ഉള്ളത് ഇത് നമ്മുടെ ദുബായിലെ കറൻസിയാണ്. ദറംസ് എന്ന് പറയും. ദറംസ് ആണിത്. ഇത് ഓൾറെഡി ഞാൻ ദുബൈ എൻ്റെ ലൈഫിൽ എൻ്റെ ജോബുമായിട്ട് ഓൾറെഡി ഞാൻ ദുബൈ കവർ ചെയ്തു. ഫുൾ ഓൾമോസ്റ്റ് എല്ലായിടും ദുബൈ കണ്ടു കഴിഞ്ഞു. പിന്നീട് ഞാൻ പോയിട്ടുള്ള കുറേ രാജ്യങ്ങളുണ്ട്, പോവാത്ത രാജ്യങ്ങളുണ്ട് കേട്ടോ. കുറേ കറൻസീസ് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള കറൻസി കളക്ഷൻസ്. ഞാൻ കാണിച്ചു തരാം. ഇത് അസർബൈജാന്റെ കറൻസിയാണ്. അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കറൻസിയാണ്. എന്തെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ പോകണം. ദുബൈ നമുക്ക് അസർബൈജാനിലേക്ക് പോകാൻ വളരെ ഈസിയാണ്. പക്ഷേ ലീവ് കാര്യങ്ങളെല്ലാം ഓക്കെ ആവണമല്ലോ. ഇതുവരെ അത് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് പൗണ്ടാണ്, UK പൗണ്ടാണ്. UK ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് UK വർക്ക് ചെയ്യുന്നത്. അപ്പം UK അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. ആള് അവിടെ ആയതുകൊണ്ട് വിസിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അങ്ങോട്ട്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതായിരുന്നു എൻ്റെ 2ാമത്തെ രാജ്യം. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു മിനിറ്റ്, ഇത് നമ്മുടെ സ്വിസ് ഫ്രാങ്ക് ആണ്. ഇതെൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആണ് സ്വിറ്റ്സർലൻഡ് എന്നുള്ളത്. ഈ വർഷം അടുത്ത വർഷം എപ്പോഴെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷം മുതലേ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പോകാനായിട്ട്. പക്ഷേ ഇതുവരെ പോകാനായിട്ട് പറ്റിയിട്ടില്ല. ഇന്നത്തെ ഒരു അവസരം തരുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു പോകാനായിട്ട്. ഇത് അടുത്ത കറൻസി എന്ന് പറയുന്നത് ഇതാണ്. ഈ കറൻസിയാണ് അടുത്തത്. ഇത് ഏത് രാജ്യത്തിൻ്റെയാണ് എനിക്ക് ബൈഹാർട്ടൊന്നും അല്ല കേട്ടോ ഇത് ഏത് രാജ്യത്തിൻ്റെയാണെന്നുള്ളത്. ഇത് ജോർജിയയുടെ കറൻസിയാണ്. ഈ കൺട്രി ഞാൻ വിസിറ്റ് ചെയ്തു. ജോർജിയ ലാസ്റ്റ് ജനുവരിയിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തായിരുന്നു. ഞാൻ അതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ഞങ്ങൾക്ക് എത്ര എക്സ്പെൻസ് ആയി എന്നുള്ളതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരത് നോക്കിയാൽ മതി, അറിയാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് മലേഷ്യയുടെയാണ്. നമുക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. ഇന്ത്യക്കാർക്ക് എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും ഈസി ആയിട്ട്, അതായത് കേരളത്തിൽ നിന്ന് ഏറ്റവും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. പക്ഷെ അതും എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. മലേഷ്യ പോകുമ്പോൾ നമ്മൾ സിംഗപ്പൂരും കവർ ചെയ്യണം. അപ്പോൾ ആ ഒരു ട്രാവൽ ഡേറ്റും കാര്യങ്ങളും ഹൈറ്റ്നറി എല്ലാം അങ്ങനെ ഇട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത് കുവൈറ്റിയാണ്.
കുവൈറ്റി ദിനാറാണ്. കുവൈറ്റി ദിനാർ, കുവൈറ്റി ദിനാറാന്ന് തോന്നുന്നു കേട്ടോ. ദിനാർ എനിക്കത് ക്ലിയർ ആയി അറിയില്ല, ദിനാറാന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യമുള്ളത് കുവൈറ്റി പൈസയായിട്ടാണ്. 240 250 രൂപയുണ്ട്. അതായത് ഇത് അവിടുത്തെ 10 രൂപയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏകദേശം 5000 രൂപയ്ക്ക് അടുത്തതിന് വാല്യൂ ഉണ്ട്. 4800 അത്രയും രൂപയ്ക്ക് അടുത്തതിന് വാല്യൂ ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് ദിനാറാണ്. ഇത് ലിബിയയുടെ ദിനാറാണ്. ലിബിയ എന്ന കൺട്രിയുടെ ദിനാറാണ്. ലിബിയ എനിക്ക് വിസിറ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ കറൻസി എൻ്റെ കിട്ടിയപ്പോൾ ഞാൻ വെച്ചേക്കുന്നതേ ഉള്ളൂ. ലിബിയയുടെയാണിത്. അടുത്തത് സിംഗപ്പൂർ ഡോളേഴ്സ് എനിക്ക് സിംഗപ്പൂർ ഡോളേഴ്സാണിത്. സിംഗപ്പൂർ ഡോളേഴ്സ് അമേരിക്കൻ ഡോളേഴ്സും സിംഗപ്പൂർ ഡോളേഴ്സും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് സിംഗപ്പൂർ ഡോളേഴ്സാണ്. എൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആണ് സിംഗപ്പൂർ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. സിംഗപ്പൂർ മലേഷ്യ രണ്ടും കൂടി ഒന്നിച്ച് വിസിറ്റ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം അതായിരിക്കും നമുക്ക് പൈസ എക്സ്പെൻസിനും കുറവായിരിക്കും. അത് സിംഗപ്പൂർ മലേഷ്യ ഒന്നിച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ. ഇത് ടർക്കിയുടെ നോട്ടാണ്, ടർക്കിഷ് കറൻസിയാണിത്. ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ലിറാസിന്നോ അങ്ങനെ എന്തോ, ലിറാസി എന്നാണ് എൻ്റെ പേര്. ഇതാണ്. ടർക്കിയും എൻ്റെ ഒരു ലിസ്റ്റിലുള്ള സ്ഥലമാണ്, പോവാൻ ലിസ്റ്റിലുള്ളത്. ഇത് മാലദ്വീപ്സിന്റെ കറൻസിയാണ്. മാലി ഓൾറെഡി ഞാൻ വിസിറ്റ് ചെയ്തതാണ്. മാലദ്വീപ്സിന്റെ കറൻസിയാണിത്. ഇത് യൂറോ ആണ്. അതായത് നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഓൾമോസ്റ്റ് യൂറോ കുറെ കൺട്രീസിൽ അക്സെപ്റ്റബിൾ ആണ് യൂറോസ്. ഡെൻമാർക്ക് അങ്ങനെയുള്ള ഡച്ച് സംസാരിക്കുന്ന നെതർലാൻഡ്സിലൊക്കെ യൂറോ ആണെന്ന് തോന്നുന്നു. ഇത് യൂറോ ആണ്. ഓൾവേസ് ഞാൻ ട്രാവൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എൻ്റെ ലിസ്റ്റിൽ ഷെങ്കൻ കൺട്രീസ് ഉള്ളതാണ്. എനിക്ക് വിസിറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഷെങ്കൻ വിസിറ്റ് ചെയ്യണം. എന്നെങ്കിലും കുറച്ച് നമുക്ക് ഒക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ ഫൈനാൻഷ്യലി ഒക്കെ സ്റ്റേബിൾ ആയിക്കഴിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇറ്റലി, ഫ്രാൻസ് ഇതൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ സ്വന്തം US ഡോളർ. തീർച്ചയായും ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയുടെ വിഷ് ലിസ്റ്റിലുള്ളൊരു പ്ലേസാണ് USA. ഞങ്ങളുടെ ലാസ്റ്റ് ട്രിപ്പും USA ആയിരിക്കണം. മീൻസ് USA ആയിരിക്കണം. USA പോകുമ്പോൾ നമുക്ക് അതുപോലെ പൈസ വേണം. ട്രിപ്പിനായാൽ തന്നെ നമുക്കൊരു ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയ്ക്ക് മേളിൽ നമ്മുടെ കൈ വേണം. 4 ലക്ഷം രൂപയ്ക്ക് മേളിലെങ്കിലും നമ്മുടെ കൈ വേണം. അപ്പം അത്രയും രൂപയൊക്കെ സേവായി. ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ടുപേരും ട്രാവൽ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം പോകണം എന്ന് ആഗ്രഹിക്കുന്നൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രീം ഡെസ്റ്റിനേഷൻ വരുന്നത് സ്വിറ്റ്സർലാൻഡാണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡാണ് ഡ്രീം ഡെസ്റ്റിനേഷൻ. സെക്കൻഡ് ചോദിച്ചാലേ ഉള്ളൂ USA വരുന്നത്. USA ആണ് അടുത്ത ഡ്രീം ഡെസ്റ്റിനേഷൻ. പിന്നെ വരുന്നത് ഈജിപ്തിൻ്റെതാണ്. ഈജിപ്റ്റ് ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്തതാണ്. എനിക്ക് വിസിറ്റ് ചെയ്ത കൺട്രികളിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈജിപ്തിലെ കൾച്ചറും കാര്യങ്ങളും എല്ലാം. മമ്മിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ടു. അത് റിയലി നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു വട്ടം പോയി കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. അവർ അത്രയും ഒരുപാട് ഇയേഴ്സ് ബാക്ക് അവരിത് എങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ് ഈജിപ്തിലെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് മലേഷ്യയുടെ തന്നെ റിങ്കറ്റ് ആണ്. എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ടായിരുന്നു മലേഷ്യയുടെ റിങ്കറ്റ്. ഇത് മലേഷ്യയുടെ തന്നെ റിങ്കറ്റ് ആണ്. പിന്നെ അടുത്തത് ഓൾമോസ്റ്റ് കുറേ കൺട്രീസിൻ്റെ ഉണ്ട് കേട്ടോ, കുറേ കൺട്രീസിൻ്റെ ഉണ്ട്. ചൈന എനിക്ക് പോകാൻ ആഗ്രഹമുള്ളത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാനിങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ചൈനയിലത്തെ ബിസിനസ് കാര്യങ്ങൾ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ചൈനയിൽ പോയി ഷോപ്പൊക്കെ ചെയ്യണം, കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമല്ലോ എന്ന്. ഇത് ഓസ്ട്രേലിയൻ ഡോളറാണ്. എനിക്കങ്ങനെ പോകണം എന്ന് ആഗ്രഹമൊന്നുമില്ല ഓസ്ട്രേലിയയിൽ, അങ്ങനെ വിഷയമുള്ള കൺട്രി ഒന്നുമല്ല. ഇത് ശ്രീലങ്കയുടെ കറൻസിയാണ്. അതും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. പിന്നുള്ളത് ഇത് സൗദി അറേബ്യയുടെ കറൻസിയാണ്. പിന്നെ ഇത് ഒമാന്റെ കറൻസിയാണ്. GCC കൺട്രീസിൽ നിന്ന് സൗദി അറേബ്യ, ഒമാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദുബായ് റെസിഡൻസ് ആണെങ്കിൽ നമുക്ക് കുറേ കൺട്രീസ് ഓണറേബിൾ കിട്ടാറുണ്ട്. പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിൽ നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. ഒരുപാട് കൺട്രീസ് ഓണറേബിൾ കിട്ടാറുണ്ട്. ജോർജിയ ഞങ്ങൾ പോയത് വിസ ഓണറേബിൾ ആയിരുന്നു. അസർബൈജാൻ എനിക്ക് തോന്നുന്നു വിസ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് വിസ കിട്ടാനും എടുക്കാനും ഒക്കെ. അങ്ങനെ ഞാൻ ട്രാവലിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഒത്തിരി ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഒരു വർഷത്തിൽ പോകാറുണ്ട്. 1-2 ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോകാറുണ്ട്.
ഹസ്ബൻഡും കാണും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും പോകുന്നത്. പിന്നെ ചില രാജ്യങ്ങളൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമുള്ള ചില രാജ്യങ്ങൾ ആൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരിക്കും ഞാൻ പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഇന്നത്തെ ടോപ്പിക് എൻ്റെ ഇതാണ്. നമുക്ക് ആകെ ഒരു ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. കുറച്ച് നമ്മൾ ജീവിക്കുന്നതെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ കാലമാണ്. ആ ഒരു ചുരുങ്ങിയ കാലത്ത് ദൈവം നമുക്കായിട്ട് സൃഷ്ടിച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ അതൊക്കെ പോയി കാണണം, എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ വരുമാനത്തിനനുസരിച്ച്, ഞാൻ എല്ലാവർക്കും അത് ആ ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ പറയില്ല. നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് നമുക്ക് അടുത്തൊരു പ്രദേശമാണെങ്കിൽ പോലും അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ പോയി വിസിറ്റ് ചെയ്യണം. നമ്മുടെ നമ്മുടെ മനസ്സിനും സന്തോഷമായിരിക്കും, നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസും കൂടി ആയിരിക്കും. എല്ലാ ദിവസവും ഒരേപോലെ ടൈം ടേബിൾ കൂട്ട് നമ്മുടെ ലൈഫ് ഓടി തീർക്കുന്നത് അത് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ കാഴ്ചകൾ കാണുകയും പുതിയ സ്ഥലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയൊക്കെ ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിങ്ങനെ ഓരോ ദിവസവും എൻ്റെ ഓഫീസ് ടൈമിൽ ഉച്ചക്കത്തെ ഇൻ്റർവെൽസിൽ നമുക്കിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് മുൻപോട്ട് പോകാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ബൈ.